നമസ്കാരം ഗൈസ്. കഴിഞ്ഞ 1-ാം തീയതി മുതൽ നമുക്കിവിടെ വെള്ളപ്പൊക്കവും അതിനോടനുബന്ധിച്ചുള്ള ദുരിതാശ്വാസ ക്യാമ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനിടയിൽ നമ്മളെല്ലാം വിട്ടുപോയൊരു കാര്യമുണ്ട്. തീരദേശ പ്രദേശത്ത് ഫിഷിങ്ങിനായി പോയിട്ടുള്ള 2 ഫാമിലിയിൽപ്പെട്ട ആൾക്കാർ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നതായൊരു അനുഭവം ഉണ്ടായി. എന്നാൽ കൃത്യമായൊരു തീരുമാനം നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഒന്നും കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നില്ല. അവരുടെ ആ ഫാമിലി മെമ്പേഴ്സ് സോഷ്യൽ മീഡിയയുടെ പൊതുരംഗത്ത് വന്നതിന് ശേഷമാണ് ആളുകൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തത്. അതിനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് സർക്കാരും ആളുകളും നമ്മളെല്ലാം ഫോക്കസ് ചെയ്തത് 1-ാം തീയതി തൊട്ടുള്ള വെള്ളപ്പൊക്കത്തിൻ്റെ പിന്നിലായിരുന്നു. ഓൾറെഡി മഴ പെയ്യുമെന്നും തീരദേശ പ്രദേശത്തുള്ള ആളുകൾക്ക് കടലിൽ പോകരുതെന്നുള്ള മുന്നറിയിപ്പ് ഉണ്ടായിട്ടും 31-ാം തീയതി രാത്രി 1:30 കടലിൽ പോയ ആളുകൾക്കാണ് ഈ അപകടം ഉണ്ടായത്. അത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് 400 ചില്ലുവാൻ ആൾക്കാർ കടലിൽ പോവുകയും മരണപ്പെടുകയും ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്ന രാഷ്ട്രീയമായിട്ടോ ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാനും സാധാരണക്കാരനാണ്. നമുക്ക് സാധാരണക്കാരുടേതായ വിഷമങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒരമ്മച്ചിയുടെ കരച്ചിൽ, ഒരു ചേച്ചി കരയുന്നുണ്ട്, അവരുടെ അപ്പനും ഭർത്താവും നഷ്ടപ്പെട്ടു പോയി. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കും വളരെയേറെ വിഷമമുണ്ട്. നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയെ സപ്പോർട്ട് ചെയ്തിട്ടല്ല സംസാരിക്കുന്നത്. എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു 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 കുട്ടിയും ആ കുട്ടിയുടെ സഹോദരനും സ്വന്തം അച്ഛൻ കടലിൽ പോകാനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആ ചെറുക്കൻ സംസാരിക്കുന്നത് കേൾക്കുമ്പം അവൻ രാഷ്ട്രീയമായിട്ടൊന്നുമല്ല സംസാരിക്കുന്നത്. അവൻ്റെ അപ്പൻ പോയതിലുള്ള വിഷമം അവൻ സംസാരിക്കുന്നുണ്ട്. അവൻ ആരെയും ഒരു സർക്കാരിനെ കുറ്റപ്പെടുന്നില്ല, അവൻ സിസ്റ്റത്തെയാണ് കുറ്റപ്പെടുത്തുന്നതാണ് അവൻ പറയുന്നത്. പക്ഷെ അവൻ്റെ പെങ്ങൾ സംസാരിക്കുന്നത് മൊത്തം സർക്കാരിനെതിരെയും ഇപ്പോഴിരിക്കുന്ന നമുക്ക് 2 മാസം അല്ലെ 3 മാസമേ ആയിട്ടുള്ളൂ നമ്മുടെ ഒരു പുതിയ സർക്കാർ കേരളത്തിൽ രൂപപ്പെട്ടിട്ട്. അതിന് മുമ്പ് വരെ കഴിഞ്ഞ 10 വർഷം LDF സർക്കാരാണ് നമ്മുടെ കേരളം ഭരിച്ചെന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അപ്പം ഇതിൽ നമ്മൾ അറിയേണ്ടത് ഒരു മെയിനായിട്ടുള്ള റീസൺ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന കേരള സംസ്ഥാന സർക്കാരാണ്. അതിന് പ്രത്യേക ഒരു വകുപ്പുണ്ട്, പ്രത്യേക ഒരു മന്ത്രിയുണ്ട്. അത് മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മത്സ്യബന്ധനത്തെ കാര്യങ്ങൾക്കുള്ള ലൈസൻസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ മത്സ്യം വിൽക്കുന്നത്, അതുപോലെ വളർത്തുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അവരുടെ ക്ഷേമ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഫിഷറീസ് എന്ന് പറയുന്നത്. അത് സംസ്ഥാന ഗവൺമെൻറ് അണ്ടറിൽ വരുന്നതാണ്. എന്നാൽ കോസ്റ്റൽ ഗാർഡും നേവിയും, അതായത് കടലിൽ എന്തെങ്കിലും സംഭവിച്ചാൽ, ഒരു ആൾ നഷ്ടപ്പെട്ടു പോയാലോ എന്തെങ്കിലും സംഭവിച്ചാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഈ നേവിയും കോസ്റ്റൽ ഗാർഡും എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ മാത്രം മൂവ് ചെയ്യുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റാണത്. അപ്പം കടലിൽ ഒരാൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയുകയോ, അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും 2 പേർക്കും ഈക്വൽ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ പോലും ഒരു രക്ഷാപ്രവർത്തന കാര്യങ്ങളുമായിട്ട് മുന്നിട്ടിറങ്ങേണ്ടത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. നമ്മളിപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചാലും അവർക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും നഷ്ടങ്ങളോ കാര്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നികത്താനും അതിനെ സഹകരിക്കാനും ഒക്കെയാണ് സംസ്ഥാന ഗവൺമെൻറ്റിന് ഇതിനകത്ത് സാധിക്കുകയുള്ളൂ. ഞാനിതിനെക്കുറിച്ച് പഠിച്ചതെന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറഞ്ഞില്ല. ഫാമിലി കാരണം സാധുക്കളാണ്, സാധാരണക്കാരാണ്. അവരുടെ ബുദ്ധിമുട്ടിൽ നമ്മൾ എല്ലാവരും ഈക്വലായിട്ട് അത് നമ്മളത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് അണ്ടറിലാണ് കോസ്റ്റൽ ഗാർഡ് വരുന്നത്, അതുപോലെ നേവിയും വരുന്നത്. ഇപ്പം വിമാനം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ രക്ഷാപ്രവർത്തനം മുന്നിട്ടിറങ്ങി നടത്തണമെന്നുണ്ടെങ്കിൽ അവിടെ നേവിയുടെ സപ്പോർട്ട് ആവശ്യമാണ്. ഇനി അതല്ല, തീരദേശ പ്രദേശത്ത് അല്ലാതുള്ള രീതിയിലുള്ളൊരു സപ്പോർട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് കോസ്റ്റൽ ഗാർഡിൻ്റെ സപ്പോർട്ട് ആവശ്യമാണ്. പക്ഷേ ഇത് രണ്ടും സെൻട്രൽ ഗവൺമെൻറ് അണ്ടറിലാണ് നടക്കുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറയുമ്പോൾ തന്നെ ഈ 2 മാസമായ ഒരു സർക്കാരിനെ നമ്മൾ രാഷ്ട്രീയമായിട്ട് കുറ്റപ്പെടുത്തുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. കഴിഞ്ഞ 10 വർഷം നമ്മൾ കുറേയൊക്കെ അനുഭവിച്ചതിന് ശേഷമാണ് ജനങ്ങൾ മാറ്റി വോട്ട് കുത്തിയിട്ട് ഇപ്പോഴും പുതിയ സർക്കാർ വന്നിരിക്കുന്നത്. പക്ഷേ ആ പെൺകുട്ടി പറയുന്നത് വളരെ ഇൻസൾട്ടിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, 1-ാം തീയതി വലിയൊരു ഫ്ലഡ് നടന്നു. വലിയ വലിയ വിമർശനങ്ങളിലൂടെ, പ്രതിപക്ഷത്തിൻ്റെ വലിയ വിമർശനങ്ങളിലൂടെ സർക്കാർ മുമ്പോട്ട് പോവുകയാണ്. അതിനിടയിലാണ് പുള്ളിക്കാരി കുറേ കാര്യങ്ങൾ, അവർ വിദ്യാഭ്യാസം ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല, പക്ഷേ വിവേകമില്ലാത്ത രീതിയിലാണ്. വിദ്യാഭ്യാസം കൊണ്ട് മാത്രം കാര്യമില്ല,
നമുക്ക് ലോജിക്കായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് വിവേകവും കൂടെ നമുക്ക് വേണം. നമുക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ അധികാരികൾക്ക് കീഴ്പ്പെട്ടിരിക്കുക, നമ്മൾ അവരെ ധരിപ്പിക്കുക കാര്യങ്ങൾ. ഇത് കൃത്യമായ ഒരു ധാരണ ഈ ഒരു പ്രതിസന്ധിക്കിടയിൽ അവരുടെ ഇടയിൽ വരാത്തതാണ് ഈ പ്രശ്നം ഉണ്ടായെന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഈ അധികാരികളെല്ലാം വെള്ളപ്പൊക്കത്തിൻ്റെ പുറകെയാണ്. അവിടെ 100-100-ലധികം ക്യാമ്പുകളുണ്ട്. അവിടെ വിവിധ തരത്തിലുള്ള ഇഷ്യൂസ് പ്രതിപക്ഷത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പുറകെ അത് സോൾവ് ചെയ്യുന്നതിൻ്റെ പുറകെ നിൽക്കുമ്പോൾ കൃത്യമായ രീതിയിലൊരു ഇൻഫർമേഷൻ ഗവൺമെൻറ്റിന് കിട്ടിയിട്ടില്ല. ആ കിട്ടുന്ന രീതിയിൽ നമ്മൾ വിവേകത്തോടെ പെരുമാറുന്നതിന് പകരം അവരെ നമ്മൾ ഇൻസൾട്ട് ചെയ്യും, കുറ്റപ്പെടുത്തുകയും ചെയ്ത് കഴിഞ്ഞാൽ ആരും നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മളെ ഒരാൾ സഹായിക്കണം എന്നുള്ളത് നമ്മൾ അവരോട് എത്രത്തോളം മാന്യമായിട്ട് പെരുമാറുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഒരു ഹെൽപ്പ് കിട്ടുന്നത്. എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ സാധാരണക്കാരനാണ്. അവരുടെ വേദനയിൽ, അവരുടെ വിഷമത്തിൽ, ആ കുടുംബങ്ങളുടെ ബുദ്ധിമുട്ടിലെല്ലാം നമ്മൾ പങ്കാളിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ടൊരിക്കൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ, അതിനു മുമ്പ് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴൊക്കെ നാട്ടിലുള്ള നമ്മളെ രക്ഷിക്കാണ്ട് വന്നത് ഇവരായിരുന്നു. നമുക്കൊരിക്കലും ഇവരെ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു സമൂഹമാണ്. അവരൊരിക്കലും നമ്മൾ ബഹുമാനിക്കുക, അവരെന്നും നമ്മൾ ബഹുമാനിക്കുന്ന ആളുകളാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ ചില കാര്യങ്ങൾ തുറന്നു പറയാതിരിക്കാം. പക്ഷേ നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിവേകം ഒരു വലിയൊരു സംഭവമാണ്. വിദ്യാഭ്യാസവും വിവേകവും ഒക്കെ ഉണ്ടെങ്കിലേ അതുകൊണ്ട് നമുക്ക് കാര്യമുള്ളൂ. നമ്മൾ ആരെ ആക്ഷേപിക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്കിതിനകത്ത് പറയാനുള്ളത്. അപ്പം സർക്കാരിൻ്റെ ഭാഗത്ത് വീഴ്ചകൾ വന്നിട്ടുണ്ടാകും, വന്നിട്ടില്ലാതിരിക്കാം. അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് പറയാൻ ഞാനത് ആരുമല്ല. അത് നമ്മളെല്ലാം വിലയിരുത്തുന്നുണ്ട് അതിനെക്കുറിച്ച്. നമ്മളെ ആ സന്ദർഭം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. കേരളം ഫേസ് ചെയ്ത ഒരു വെള്ളപ്പൊക്കമാണ്. ആ വെള്ളപ്പൊക്കത്തിലേക്കാണ് എല്ലാവരും ഫോക്കസ് ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് 2-3 പേര് കടലിൽ പോയതും, അത് ഓൾറെഡി മുന്നറിയിപ്പ് ഉണ്ടായിട്ട് ഇവർ പോയതെന്തുകൊണ്ടെന്ന് എനിക്കറിയത്തില്ല. അന്നാണ് ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. അതിനുശേഷം അതിനെ സംബന്ധിച്ച് ഇപ്പം നടക്കുന്ന പ്രതിസന്ധികളും ആക്ഷേപങ്ങളും ഒക്കെ വിലയിരുത്തിയിട്ട്, അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ഇത്രയും വീഡിയോ ചെയ്തിട്ട് അത് സംസാരിച്ചില്ലെങ്കിൽ ചിലർ അതിനെക്കുറിച്ച് എനിക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഈ ഒരു വിഷയം എടുത്തിട്ട് സംസാരിക്കുന്നത്. അപ്പം നമ്മൾ വളരെയേറെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ അടച്ചാക്ഷേപിക്കുമ്പോൾ നമ്മൾ കുറച്ച് വിവേകത്തോടെ കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ എന്താ ചെയ്യുന്നത്, ചില ആനപ്പാപ്പന്മാരുണ്ട്. ആനപ്പണി എടുക്കുമ്പോൾ അവർ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. എപ്പോഴും മരണം അവരുടെ മുമ്പിലാണ്. അതുപോലെയാണ് കടലിൽ പോകുന്ന ആൾക്കാരും. കാലാവസ്ഥ അവർ നോക്കി ഒരു മുന്നറിയിപ്പ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇനി ഇൻ കേസ് അവർ അനുസരിച്ചില്ലെങ്കിലും അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കോസ്റ്റൽ ഗാർഡിനും നേവിക്കും ഒക്കെയുണ്ട്. ഇനി ഇൻ കേസ് പോയാലും അത് നോക്കണ്ട. അപ്പം ആ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട്, കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഹെലികോപ്റ്ററിൽ കറങ്ങുന്നുണ്ട്, രക്ഷാപ്രവർത്തനം അതിൻ്റെ രീതിയിൽ നടക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ പോലും അവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിൽ ഞാനും വളരെയേറെ വിഷമത്തോട് തന്നെയാണ് സംസാരിക്കുക. ഞാൻ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതല്ല. പക്ഷേ നമ്മൾ ഒരു അധികാരികളെ നമ്മൾ ഇതിനു മുമ്പ് പിണറായി വിജയൻ ഇരിക്കുന്ന സമയത്തും നമുക്കറിയാവുന്ന കാര്യമാണ്. യൂത്ത് കോൺഗ്രസിൽപ്പെട്ട പലരെയും പിടിച്ചു കൊണ്ടുപോവുകയും രക്ഷാപ്രവർത്തനം എന്ന പേരിൽ പലരെ തല്ലി ഇടിക്കുകയും പല രീതിയിലുള്ള കാര്യങ്ങൾ വന്നിട്ടും ആരും അതിനകത്ത് ചലിച്ചില്ല. കാരണം എന്നെ സംബന്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ അവർ അധികാരിയാണ്. അധികാരം അവരുടേതായ വിവേകത്തിനനുസരിച്ചാണ് ഉപയോഗിക്കുന്നത്. നമുക്കും അധികാരികൾക്ക് നമ്മൾ കീഴ്പ്പെട്ടിരിക്കുക, നമ്മുടെ ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മളത് അറിയിക്കുക. അതിനുശേഷം ഒന്നും നടക്കുന്നില്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ കുറച്ചൊക്കെ വിവേകത്തോടെ അതൊക്കെ കൈകാര്യം ചെയ്യണം, ഹാൻഡിൽ ചെയ്യണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്ത് തന്നെ ആയാലും എത്രയും പെട്ടെന്ന് ആ കുട്ടിയുടെ പിള്ളേരുടെ ചാച്ചനെ കണ്ടെത്തട്ടെ. അതുപോലെ തന്നെ ഒരു ചേച്ചി വളരെ വിഷമത്തോടെ കരയുന്നുണ്ട്. അപ്പൻ നഷ്ടപ്പെട്ടു, ഹസ്ബൻഡ് നഷ്ടപ്പെട്ടു, കൊച്ചിനെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് കരയുന്ന ആ ഒരു സീനൊക്കെ നമ്മളെ വളരെയേറെ മനസ്സിന് വേദന ഉളവാക്കി കയറാം. രാഷ്ട്രീയ ഭേദമന്യേ നമുക്ക് മനുഷ്യത്വത്തോടു കൂടി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. അതെൻ്റെ മനസ്സിനെ വേദനിപ്പിച്ച കാര്യമാണ്. എങ്കിൽ പോലും ദൈവാനുഗ്രഹിച്ച് അവർ ജീവനോടെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തട്ടെ. അതിനുവേണ്ടി സർക്കാർ മുന്നിട്ടിറങ്ങുക. സർക്കാരിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന വീഴ്ച നിസ്സാര വീഴ്ചയല്ല. ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മന്ത്രി അതിൽ കൃത്യമായ ഉത്തരവാദിത്വം എടുക്കേണ്ടതായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനിയും വീഴ്ചകളില്ലാതെ മുമ്പോട്ട് പോകുന്ന ഒരു സർക്കാരായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. കാണാൻ അടുത്ത വീഡിയോ. അതുവരെയും ബൈ ബൈ.